ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഞാൻ അസീന യൂനസ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഇളയ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അവൻ്റെ 8ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സെലിബ്രേഷനും ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഞാനൊരു 2 റെസിപ്പിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മോൻ്റെ പഴയ ഫോട്ടോസുകളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. സെലിബ്രേഷൻ എന്ന് വെച്ചാൽ വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല, ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല. ഒരു ചെറിയ രീതിയിൽ മോൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ നടത്തിയത്. അവൻ്റെ കൊച്ചു കൊച്ചു കുസൃതികൾ അടങ്ങിയിട്ടുള്ള കുറച്ച് ഫോട്ടോസുകളാണ് കേട്ടോ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ബർത്ത്ഡേ കേക്ക് ഞാൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 1.5 കിലോൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത്. ആദ്യം 1 കിലോൻ്റെ ബേസ് ഉണ്ടാക്കി, പിന്നെ 1/2 കിലോൻ്റെ ബേസ് ഉണ്ടാക്കി. അപ്പോൾ ഫസ്റ്റ് 1 കിലോൻ്റെ ബേസിന് ഞാൻ ഐസിംഗ് ഒക്കെ കൊടുത്ത് അതിന് ക്രീം കോട്ടിങ് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫില്ലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫില്ലിങ് ഞാൻ ഇതിൽ കൊടുക്കുന്നത് സ്ട്രോബെറിയും അതുപോലെ തന്നെ നട്ട്സും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഫില്ലിങ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഫില്ലിങ് കൊടുക്കുന്നത് സ്ട്രോബെറിയാണ്. ഫസ്റ്റത്തെ ലെയറിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ട്രോബെറി, ഫ്രഷ് സ്ട്രോബെറി ഷുഗറൊക്കെ ഇട്ട് അതിനെ ഒന്ന് വേവിച്ചെടുത്തതാണ്. അതിൻ്റെ മേലെ ഞാനൊരു കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തു. എന്നിട്ട് അതിനൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഷുഗർ സിറപ്പിൽ കുറച്ച് മിൽക്ക് ആഡ് ചെയ്തിരുന്നു. എന്നിട്ട് ഫസ്റ്റത്തെ 1 കിലോൻ്റെ കേക്ക് ഞാനിത് ജസ്റ്റ് ഒന്ന് ക്രീം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ തലേസാണ് ചെയ്ത് വെച്ചത്. ക്രീം കോട്ടിംഗ് ഒക്കെ തലേസും ചെയ്ത് വെച്ചു. ഇത് 1/2 കിലോൻ്റെ കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. 1/2 കിലോൻ്റെ കേക്കിലും ചെയ്ത് ഫില്ലിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ആദ്യം ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചു, പിന്നെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് നട്ട്സ് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൽ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തു. അതിനുശേഷം അടുത്ത ലെയറും വെച്ച് കൊടുത്തു. ആ ലെയറിലും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ്, വിപ്പിംഗ് ക്രീം, പിന്നെ സ്ട്രോബെറി, അതിനുശേഷം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തു. 3rd ലെയറും വെച്ച് കൊടുത്തു. അങ്ങനെ ഇതും ക്രീം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ നൈറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ക്രീം കോട്ടിങ് 2 കേക്കും ചെയ്ത് വെച്ചു. 1.5 കിലോൻ്റെ ഒരൊറ്റ കേക്ക് ഉണ്ടാക്കാത്തത് ഫ്രിഡ്ജ് വെക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അതിൻ്റെ തട്ടൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ കുറച്ചെടുത്ത് പുറത്ത് വെക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ 2 കേക്കായിട്ട് ഉണ്ടാക്കിയതാണ്. പിറ്റത്തെ ദിവസം സെലിബ്രേഷന് നൈറ്റാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ബർത്ത്ഡേ സെലിബ്രേഷന് എല്ലാവർക്കും ഡ്യൂട്ടിയുള്ള ദിവസമാണ്. അപ്പോൾ അവർ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരാൻ നൈറ്റാവും. അതുകൊണ്ട് തന്നെ നൈറ്റാണ് സെലിബ്രേഷൻ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കലും മറ്റുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അതിന് ഇതുപോലെ ഒന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ റെഡ് കളറൊക്കെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഫിനിഷിങ് കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. ഇനി നമുക്ക് ബർത്ത്ഡേക്കുള്ള ഫുഡ് തയ്യാറാക്കണം. അപ്പോൾ ബീഫ് വിന്താലാണ് ഞാൻ ആദ്യം തയ്യാറാക്കുന്നത്. അതിലേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നപ്പോൾ വറ്റൽമുളക് 5 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എരിവുള്ള വറ്റൽമുളകാണ്. ഇനി 2 ടേബിൾ സ്പൂണോളം ഫുൾ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. 1/4 സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണം.
പെരിഞ്ജീരകം 1 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കടുക് 2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, 3 കഷ്ണം പട്ട, ഒരു 6 ഗ്രാമ്പു, അതുപോലെ തന്നെ 6 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്ക ചെറിയ ഏലക്ക ആയതുകൊണ്ടാണ് 6 എടുത്തിട്ടുള്ളത്, വലുതെന്ന് വെച്ചാൽ ഒരു 4 മതി കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിരുന്നു. ഇനി എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലിടരുത്, അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിടണ്ട, ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഈ കടുക് ഇതൊക്കെ ഒന്ന് പൊട്ടി വരും, ആ പൊട്ടി വരുന്ന വരെയും നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നമ്മളെ മസാല ഒക്കെ ചൂടായിട്ട് നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ആ സ്മെല്ല് വരുന്ന സമയത്തും ഇതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്തും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി 2 കുടം വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വെളുത്തുള്ളി വലിയതായതുകൊണ്ട് അതിനൊന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതും ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ടാണ് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത്, നടു ഒടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറണ വരെയും ഇതിനൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെ ഒക്കെ പച്ച സ്മെല്ല് പോണ വരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അങ്ങനെ ഇത് വറുത്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ നേരത്തെ വറുത്തെടുത്ത മല്ലിയും മുളകൊക്കെ ഇല്ലേ, അത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു മിക്സറി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വഴറ്റെടുത്തിട്ടുള്ള ഉള്ളിയും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 2 ടേബിൾ സ്പൂണോളം വിനെഗർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളവും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കുറേ വെള്ളം ഒഴിച്ചിട്ട് അരക്കണ്ട, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട്, അരക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ദേ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ബീഫാണ് കേട്ടോ. 2 കിലോ ബീഫുണ്ട്, കുറച്ച് എല്ലും കൂടിയിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അരച്ച മിക്സ് ഉണ്ടല്ലോ, ഈ അരപ്പ് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം ബീഫിലേക്ക്. എന്നിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിൽ അരപ്പൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല, അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പന് ഉണ്ടാവുള്ളൂ ആ വെള്ളം. അപ്പോൾ അതും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കൈ വെച്ചിട്ട് തന്നെയാണ് നല്ല രീതിക്ക് തന്നെ കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം കുഴച്ചെടുത്തു. ഇനി ഇതൊരു 1/2 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനൊരു കുക്കർ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ കുക്കറിലേക്ക് ബീഫ് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് കുഴച്ച് വെച്ച ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്റ്റീലിൻ്റെ കുക്കറാണ് കേട്ടോ, അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അലുമിനിയത്തിൻ്റെ കുക്കറുള്ളവർക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, സ്റ്റീലിൻ്റെ കുക്കർ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനി അതൊന്ന് അടച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു 1/2 കപ്പോളം വെള്ളം വരും. ഇനി ബീഫ് വേവാനായിട്ട് ഒരു 4 വിസിലടിക്കട്ടെ. അപ്പോഴേക്കും രണ്ടാമത്തെ റെസിപ്പി ജിഞ്ചർ ചിക്കനാണ്. അപ്പോൾ ജിഞ്ചർ ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഫുള്ളായിട്ട് ഇതിൽ കാണിക്കുന്നില്ല, നമ്മളെ വീഡിയോൻ്റെ ലെങ്ത്ത് വല്ലാണ്ടായി പോവും. എന്താണെന്ന് വെച്ചാൽ ഇനി കേക്കിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഡെക്കറേഷൻ്റെ പണി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മളെ ജിഞ്ചർ ചിക്കൻ്റെ വീഡിയോ ഞാനിതിൽ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബീഫ് 4 വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഞാൻ എൻ്റെ പ്രഷർ തനിയെ പോകണം, നമ്മൾ പ്രഷറൊന്നും കളയണ്ട, തനിയെ പോകണം, അതിൽ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ബീഫ് വിന്താലിനുള്ള സവാളയാണ് കേട്ടോ ഞാൻ വഴറ്റുന്നത്. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഒരു 4 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ല ഗോൾഡൻ കളർ വരുന്ന വരെയും സവാള വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ബീഫ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ സവാളയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു, പക്ഷെ അത് കുറവാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്നിട്ട് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് വേവട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ജിഞ്ചർ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. അതാണ് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കാണിച്ചിട്ടുള്ളത്.
അപ്പോൾ ബീഫും ഒരു അരമണിക്കൂറോളം ഞാൻ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചിരുന്നു കേട്ടോ. അപ്പോഴാണ് എൻ്റെ ബീഫ് ശരിക്കും വെന്തിട്ടുള്ളൂ. 4 വിസിലടിച്ചപ്പോൾ വെന്തിട്ടുണ്ടായില്ല, അരമണിക്കൂറും കൂടി വേവിക്കേണ്ടി വന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ബീഫ് വിന്താലും ഇവിടെ സെറ്റായിട്ടുണ്ട്. പൊള്ളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പൊറോട്ടയാണ് പറഞ്ഞത്, ബീഫ് വിന്താലും അതുപോലെ തന്നെ ജിഞ്ചർ ചിക്കനും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് കേട്ടോ. ബർത്ത്ഡേ സ്പെഷ്യൽ ഫുഡ് ഇതാണ്. ഞാൻ അടുത്തതായിട്ട് ഞാൻ കേക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ ഡെക്കറേഷൻ ചെയ്യാണ്. 2 സ്ട്രോ കുത്തിക്കയറ്റി വെച്ചിരുന്നു കേട്ടോ. ടോപ്പ് ലെയർ വെക്കുമ്പോൾ അത് ശരിക്കിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ടോപ്പിലത്തെ ലെയർ വെച്ചപ്പോൾ പെട്ടെന്ന് കൈ തട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയിട്ടോ. അപ്പോൾ അതിനൊന്ന് ഫിനിഷ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ഡിസൈൻ പോലെ ആയില്ല, ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും കേക്ക് അൽഹംദുലില്ലാ നല്ല ഭംഗിയായിട്ടുണ്ട്, എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മോൻക്ക് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ എങ്ങനെയുണ്ട് കേക്ക് അടിപൊളിയായില്ലേ, കാണാനും നല്ല ഭംഗിയില്ലേ. മോന് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ കേക്ക് കണ്ടപ്പോൾ. ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേ ചോദിച്ചു തുടങ്ങിയിരുന്നു എങ്ങനത്തെ കേക്കാണ് ഉമ്മച്ചി ഉണ്ടാക്കുന്നത്, എങ്ങനെയായിരിക്കും അതിൻ്റെ ലുക്കൊക്കെ എന്ന്. അപ്പോൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവനക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അവൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവൻ്റെ ഫ്രണ്ട്സ് നമ്മളെ സെയിം ബിൽഡിങ്ങിലുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് എപ്പോഴും കളിക്കലും കാര്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് കേക്ക് കട്ടിങ് ആണ് കേട്ടോ. അപ്പം എൻ്റെ 2 ആങ്ങളമാരുണ്ടായിരുന്നു. ഒരാളെ വൈഫ് നാട്ടിലാണ്, ഇപ്പോൾ വെക്കേഷൻ ടൈമിൽ നാട്ടിൽ പോയിരിക്കുകയാണ്. ഒരാളെ വൈഫ് ഇവിടെ ഉണ്ട്. ഇതാണ് കേട്ടോ മോൻ്റെ 2 ഫ്രണ്ട്സും. സെയിം സ്കൂളിലും അതുപോലെ തന്നെ സെയിം ബസ്സിലാണ് അവർ പോകുന്നത്. ഇനി ഞാൻ കേക്ക് കൊടുക്കാൻ കേട്ടോ. എൻ്റെ മൂത്ത മോന് കേക്ക് കൊടുക്കാണ്. അത് കഴിഞ്ഞ് 2ാമത്തെ മകന് കേക്ക് കൊടുക്കാണ്. എനിക്ക് 3 ആൺകുട്ടികളാണ് കേട്ടോ. ഇത് ഇളയ ആങ്ങളുടെ മോനാണ് കേട്ടോ, മോൻ്റെ കയ്യിലുള്ളത്. ഇനി എൻ്റെ 2ാമത്തെ ആങ്ങള, ഇത് ഇളയ ആങ്ങള, മൂത്ത ആങ്ങള നാട്ടിലാണ് കേട്ടോ. ഇത് ഇളയ ആങ്ങളുടെ വൈഫാണ്. ഇത് ഇക്കാടെ പെങ്ങളുടെ മകനാണ് കേട്ടോ. അവനിവിടെ ജോലിക്ക് വന്നിട്ടുള്ളൂ, ഇന്നാണ് വന്നത്. ഇപ്പോൾ ഇളയ ആങ്ങളെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. 2ാമത്തെ ആങ്ങളെ കൊടുത്തത് സൈക്കിളാണ് കേട്ടോ. അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. വാച്ചാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ അവനക്ക് ഭയങ്കര ഇഷ്ടമായി വാച്ച്. റെഡ് കളറിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് അവനക്ക്, അതുകൊണ്ട് എല്ലാതും റെഡ് കളറാണ്. കേക്കും ഞാൻ അതുകൊണ്ട് റെഡാണ് ഉണ്ടാക്കിയത്. ഇത് ഇക്കാടെ മാമാടെ മോനാണ്. ഇവർക്കൊന്നും അറിയില്ല കേട്ടോ ബർത്ത്ഡേ അന്ന്. വീട്ടിൽ വന്നപ്പോഴാണ് അവരറിയുന്നത്. ഇനി മകൻ്റെ ഫ്രണ്ട്സൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ. ഇത് അവനക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് ഞാൻ കാണിക്കുന്നത്. ഈ സൈക്കിളാണ് കേട്ടോ 2ാമത്തെ ആങ്ങളെ കൊടുത്തത്. ഇതൊക്കെയാണ് കേട്ടോ അവനക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ. ഇത് അവൻ്റെ ഇക്കാക്കന്മാരും അതുപോലെ തന്നെ അവൻ്റെ ഫ്രണ്ട്സും കൊടുത്തതാണ്.
അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ആ ബെൽ ബട്ടൺ ഓളൊന്ന് എനേബിൾ ചെയ്തേക്കൂട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.